എണീക്കാൻ മേലേ. ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ കുക്കുടൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണി കിടന്ന് ചാവില്ല. ഐ ആം ഗ്യാരണ്ടി, ഷുവർ. ഓക്കെ? അത് ശരിയാ, അടി എത്രയും കൊള്ളാം. പക്ഷേ പട്ടിണി കിടക്കാൻ എന്നെക്കൊണ്ടാവില്ലേ. ആ കണ്ടില്ലേ, ഡംബുവിൻ്റെ കാലൊടിഞ്ഞു. എന്റെ സ്ഥിതിയാണെങ്കിൽ എന്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് മേലേ. ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നുന്നത്. ഒന്നും വേണ്ടില്ലായിരുന്നു. ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്താ. ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക? അമ്മേ, എനിക്ക് വയ്യ. ആവൂ. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ആശാനെ, ഡംബു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആശാന് എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാൻ ഒപ്പിച്ചു തരാം. കെണിസൂത്രമോ? അതെന്തു സൂത്രം? അതെ, കെണിസൂത്രം തന്നെ. നിങ്ങളെ തല്ലിച്ചതച്ച ആ ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ, ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവനെക്കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു. എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ? അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡംബു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അവനെയൊന്ന് പേടിപ്പിക്കണമെന്ന്. എന്താ ഡംബു? ശരി, മനസ്സിലായി. An idea can change our life. ജൽദി ജൽദി. അകത്താണേ പ്രോബ്ലം. അതെ കുക്കുടൂസ, അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും? കാം ബഹുത്ത് മുഷ്കിൽ ഹേ. നോ പ്രോബ്ലം ആശാൻ, നോ പ്രോബ്ലം. എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും. ഞാനാരാ മോൻ. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പു, 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 ഒന്ന് നിന്നേ. ആരാ? എന്താ കാര്യം? പെട്ടെന്ന് പറയൂ, എനിക്ക് വീട്ടിൽ പോണം. അമ്മ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പു, ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ. എന്താണത്? അതെ, കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട്. അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല. ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും. എന്താ? അതെയോ? എന്നേ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അന്നാര കണ്ണാവ, ഓഹോ അന്നാര കണ്ണാവ, ചങ്ങാത്തം കൂടാൻ വാ, ഓഹോ ചങ്ങാത്തം കൂടാൻ വാ. എവിടെ എവിടെയാ യന്ത്രം കിടക്കുന്നത്? യന്ത്രമോ? ഏത് യന്ത്രം? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. അയ്യോ, ഇത് സിംഹരാജനല്ലേ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറയൂ. അതെ, ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം. അതും എത്രയും പെട്ടെന്ന്. സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചു തരാം. അതെ, എലിക്കണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. പാവം അപ്പു. ഈശ്വര, എന്നോട് ക്ഷമിക്കണേ. ഞാൻ സമ്മതിച്ചു, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം. അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ. ഓക്കെ, കം ഓൺ ആശാൻ. അകത്താണേ പ്രോബ്ലം, പുറത്താണേ പ്രോബ്ലം, താഴെ മേലെയും പ്രോബ്ലം. കമ്പ്യൂട്ടർ, ക്യാമറ, സ്വിച്ചുകൾ, കുറെ വയറുകൾ. ഹമ്പട, ഇവന്മാര് ഭയങ്കരം തന്നെ. എന്താ ഡംബുരാജ പറ്റിയത്? മുറിവ് വലുതാണല്ലേ? വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? മരുന്നൊന്നും കിട്ടിയില്ലേ?
വരുന്നോ? ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അയ്യോ അമ്മേ. അപ്പോ ഡംബുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ? രാജാവോ? അതെന്താ? ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത്. ഡംബു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ്. അവർ ഡംബുരാജനെ ഉപദ്രവിച്ചു കൊല്ലും. അതിനു മുമ്പ് ഡംബു എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടണം. പൊയ്ക്കോളൂ. ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ? വേണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. അതാ, അവർ വരുന്നുണ്ട്. ഇതാ, താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ. അത് ഉപകാരപ്പെടും. വാ കുക്കുടൂസ, നമുക്ക് പോകാം. താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ. ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. വല്ലാത്ത വിശപ്പ്. അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുടൂസ? ജൽദി ജൽദി ചലോ. അപ്പോ നമുക്കൊരു വഴിയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യണം. എലികൾക്കും കോഴികൾക്കും കെണിയുണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻ കണിയും ഉണ്ടാക്കിയാലെന്താ? എന്നിട്ട് ആശാനെയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം. ആ, അത് നല്ല ഐഡിയ. എങ്കിൽ ഞാനിപ്പോ തന്നെ പണി തുടങ്ങാം. അങ്ങനെ കെണി റെഡിയായി. അമ്പട, ആശൻ ഫോൺ മറന്നു വെച്ച് പോയിരിക്കുന്നു. ഹലോ, അച്ഛനല്ലേ? ഇത് ഞാനാ, അപ്പു. അപ്പു, അപ്പു, നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? നിന്നെ കാണാനില്ലല്ലോ. നീ എവിടെയാ? അച്ഛാ, എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ പറയുന്നിടത്ത് എത്തണം. ആ, ശരി മോനെ. അവന്മാർ ഈ വഴിക്ക് വരട്ടെ, അപ്പോ കാണാം. ഡാഡി മമ്മി വീട്ടിലില്ലേ, നോക്കാനും നേരമില്ലേ, കുട്ടികളെ കാണാനില്ലേ? ഡംബുരാജാ, അതാ അവർ വരുന്നുണ്ട്. എന്നാ നമുക്ക് കളി തുടങ്ങാം. എല്ലാവരോടും റെഡിയാവാൻ പറയാം. അച്ഛാ, എല്ലാം റെഡിയല്ലേ? അവർ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പു, ഞങ്ങൾ റെഡി. Don't worry, be happy. Don't worry, be happy. അതെ, നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ? അതെ അതെ, നമുക്കിനി പേടിക്കാനേയില്ല. കുശാലായി ജീവിക്കാം. അല്ല, കെണി റെഡിയായി കാണില്ലേ? കാണുമോ? അതേടാ കള്ളക്കൂറുക്ക, തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം തന്റെ കുശാൽ, തന്റെ ശാപ്പാട്, തന്റെ കെണി. ദുഷ്ടന്മാർ. എടാ കള്ളക്കൂർക്ക, തന്നെ ഞാൻ എന്റെ കോഴികളെ മോഷ്ടിച്ച് കാട്ടിൽ വിലസുകയാണല്ലേ? നിന്നെ ഞാൻ അടിയടാ, അടിയവനെ. ഓനെ തട്ടിക്കൊണ്ടുവന്ന് കെണിയിരിക്കുകയാണല്ലേ? തനിക്കുള്ള കെണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലല്ലേ? അയ്യോ, ഞാൻ ഇനി ആരും പറ്റിക്കില്ലേ? അയ്യോ, ഞാൻ ഇനി ആരും ഭീഷണിപ്പെടുത്തില്ലേ? അയ്യോ, എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. കിട്ടും. അങ്ങനെ തന്നെ.
ചതിയന്മാർ. അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. അങ്ങനെ തന്നെ എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. ആ! തേടിയ കടി കാലിൽ നിന്റെ കേടി ഞാൻ കാണിച്ചിട്ടുണ്ടോ? നിക്കടാ അവിടെ. നിന്നെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാവേ. അയ്യോ എന്റെ കാല് കുടുങ്ങിയേ, എന്റെ കാല് കുടുങ്ങിപ്പോയേ. എന്നെ തല്ലല്ലേ. എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പിലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഈ പരിസരത്ത് തന്നെ കണ്ടുപോവരുത്. എവിടേക്കെങ്കിലും പോയിക്കോ, നിങ്ങളെ കണ്ട ഞാൻ അടിച്ചു കൊല്ലും. കെണി ഉണ്ടാക്കാൻ പറഞ്ഞ് കെണി വണ്ടി പോട്ടെ, റൈറ്റ്. ഏതായാലും ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു. ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരുപക്ഷെ അല്പം സമയമെടുക്കും. ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കി വെക്കും. അതേ ഡംബു. അപ്പോ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം. ഞാൻ ഇന്നു മുതൽ അപ്പുവിൻ്റെ ചങ്ങാതിയാണ്. നമുക്ക് കൂട്ടുകാരാവാം, അല്ലേ അപ്പു?